ഞാൻ ലിൻഡയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില നുറുങ്ങു വീഡിയോകളുമായി ഇത്തവണയും സോഷ്യൽ സ്റ്റാറ്റസിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത്. ചിരിയും ചിന്തയുമായിട്ട് സോഷ്യൽ മീഡിയ നമ്മളെ മാടി മാടി വിളിക്കുന്നു. ചിലപ്പോൾ അതൊരു ചിത്രമായിരിക്കാം, ചിലപ്പോൾ അതൊരു വീഡിയോ ആയിരിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൈറലായി മാറുകയും ചെയ്യും. ചെറിയ പാട്ടുകാർ മുതൽ വലിയ സംവിധായകർ വരെ അങ്ങ് തകർക്കുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ. എന്നാൽ പിന്നെ പറഞ്ഞു നിൽക്കുന്നില്ല, വിശേഷങ്ങളിലേക്ക് പോകാം. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ഭഗീരഥപിള്ള, വലിയ വെടി ചെറിയ വെടി. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, ചെറിയ വെടി 4, വലിയ വെടി 4. ഇത് നമ്മുടെ ജഗതി ചേട്ടൻ പണ്ട് നടത്തിയ ശത്രുസംഹാര വെടിയാണെങ്കിൽ ഇന്ന് സാക്ഷാൽ അരിക്കൊമ്പന് വേണ്ടി ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തിയിരിക്കുകയാണ് ഒരു കട്ട അരിക്കൊമ്പൻ ആരാധകർ. ഉത്രം നക്ഷത്രത്തിലാണ് അരിക്കൊമ്പന് ജനനമെന്നാണ് തള്ളി മറിച്ചിരിക്കുന്നത്. പൂജ നടന്നാലും ഇല്ലെങ്കിലും അരിക്കൊമ്പനിപ്പം സുഖമായി ഇരിക്കുന്നു. ആദിപുരുഷ റിലീസ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് സിനിമ കാണാൻ ഹനുമാൻ എത്തുമെന്നും അതുകൊണ്ട് തന്നെ ഹനുമാന് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിടണമെന്നും ഒക്കെ. ഇത് ട്രോളന്മാർ കാര്യമായി തന്നെ എടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ പ്രഭാസ് നായകനായ ആദിപുരുഷൻ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഹനുമാൻ വരുമോ എന്ന കാര്യം എല്ലാവർക്കും സംശയം. ഇപ്പോഴിതാ സിനിമയുടെ ആദ്യ ദിനം ആദ്യ ഷോ കാണാനെത്തിയ കുരങ്ങന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. శత్రువుని చంపితే శత్రుత్వం చావదు, క్షమించి చూద్దాం. നിയമം അറിയാതെ പലപ്പോഴും പല സന്ദർഭങ്ങളും നമ്മൾ പകച്ചു പോയി നിന്നിട്ടില്ലേ? നമുക്ക് തന്നെ സങ്കീർണമായ നിയമങ്ങൾ സാധാരണക്കാർക്ക് വളരെ വേഗം മനസ്സിലാകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരിലേക്ക് എത്തിക്കുകയാണ് നവനീത് എന്ന ലോയർ ബ്രോ. സോമ ഗൂഗിൾ പേയിൽ 10,000 രൂപ അയച്ചിട്ടുണ്ട്, കിട്ടിയിരുന്നോ? ശശിയേട്ടാ 10,000 രൂപയോ? എന്തിന്? നീ അല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത് 10,000 രൂപ വേണം, ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ പുതിയ അക്കൗണ്ട് ആണോ അത്? ദൈവമേ ശശിയേട്ടാ, ഞാൻ പുതിയ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് വല്ല ഫേക്ക് അക്കൗണ്ട് അങ്ങനായിരിക്കും. ദൈവമേ, എന്റെ പൈസ പോയോ? ലോയർ ബ്രോ ഹെൽപ്പ് മീ. എന്റെ ശശിയെ, ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും വലിയ സ്കാം ആണിത്. ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് സെക്ഷൻ 66D IT ആക്ടിന്റെയും സെക്ഷൻ 416 IPCയുടെയും വയലേഷൻ ആണ്. സോ ഇപ്പൊ തന്നെ പോയിട്ട് സൈബർ കംപ്ലൈന്റ് ഫയൽ ചെയ്യുക. സൈബറോ? ദൈവമേ, പരിഗണിച്ചാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ ലോയർ ബ്രോ ഒന്ന് ഫോളോ ചെയ്യൂ. ഓക്കെ, ബൈ. സർ, ടോട്ടൽ എമൗണ്ട് 655 രൂപ. പക്ഷെ ബില്ല് തരണമെങ്കിൽ സാർ നമ്പർ ഒന്ന് പറയുമോ? സോറി ബ്രോ, എന്റെ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല. റൈറ്റ് ടു പ്രൈവസി. അയ്യോ, നമ്പർ തന്നില്ലെങ്കിൽ ബിൽ തരാൻ പറ്റില്ല സർ. പിന്നെ സാറ് ഞങ്ങൾക്ക് നമ്പർ തന്നാൽ ഞങ്ങളുടെ കമ്പനിയുടെ മെസ്സേജ്, അപ്പുറത്തെ കമ്പനിയുടെ മെസ്സേജ്, മറിച്ചേ കമ്പനിയുടെ മെസ്സേജ് ഫുള്ള് സാറിന്റെ ഫോണിലേക്ക് വരും. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് നമ്പർ വാങ്ങിക്കാനുള്ള അധികാരം ഇവിടെയുള്ള ഒരു റീറ്റെയിലേഴ്സിനും ഇല്ല എന്നുള്ളത്. പിന്നെ നമ്പർ തന്നില്ലെങ്കിൽ ബിൽ തരില്ല എന്നൊക്കെ പറയുന്നത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. ഞാൻ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു. അയ്യോ സാർ, നമ്പറും വേണ്ട കുന്തവും വേണ്ട സാർ, ഞാൻ ഇപ്പൊ തന്നെ ബില്ല് അടിച്ചു തരാട്ടോ. അല്ല, നീ ഇൻസ്റ്റയിലുണ്ടോ? ഉണ്ടല്ലോ സാർ. എന്നാൽ ലോയർ ബ്രോൺ എന്തായാലും ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി നിയമങ്ങളൊക്കെ അറിയാലോ. ശരി സാർ. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിക്കാതെ റീൽസ് ചെയ്ത യുവതിക്ക് മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ്. വിവാഹ വേഷത്തിൽ എത്തിയിരിക്കുന്ന വീഡിയോയിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലായിരിക്കുന്നത്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ ട്വിറ്റർ പോസ്റ്റാണ് വൈറലാകുന്നത്. A few moments later. बेमतलब बेतुकी सी, बेकार सी बुद्धू सी, बेवजह बेवकूफियां, बेवकूफियां. അനിയത്തിപ്രാവിലെ കുട്ടപ്പായെയും വർക്കിച്ചായനെയും
കുഞ്ഞിപ്പെങ്ങൾ മിനിയെയും ഓർക്കുന്നില്ലേ? പക്ഷേ അതുപോലെ 3-4 ആങ്ങളമാരല്ല, അതുക്കും മേലെ കസിൻസ് ഉൾപ്പെടെ 11 സഹോദരന്മാരുടെ അനിയത്തിയാണ് അർച്ചന. ഈ പെങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞങ്ങളുടെ മഞ്ജി അല്ലെ 11 ബ്രദേഴ്സിന്റെയും കൂടെ ഒരു അനിയത്തി പ്രാവ്. എങ്ങനെയാണെന്ന് ഇവൾ എല്ലാവർക്കും ആരോമലായി ഒളിച്ചിന്തുന്ന പൊന്തീപമായി. നമ്മളെല്ലാം പേരെഴുതുമ്പോൾ ചിലരൊക്കെ പേരിന്റെ കൂടെ പപ്പയുടെ പേര് ചേർക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. എന്നാൽ ഇവിടെ രസകരമായി ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടിയെ ഒന്ന് കണ്ടു നോക്കൂ. പക്ഷേ ഈ കുട്ടി കുറച്ച് കലിപ്പാണ് എന്നത് സത്യത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കും തോന്നും എന്തിനായിരുന്നു ഇത് എന്ന്. ഇനി വീഡിയോയിലേക്ക്. എന്താ നിന്റെ പ്രശ്നം? പറയ്. മിഴി നവീഷിനല്ലേ എഴുതിയത്? നിന്റെ പപ്പന്റെ പേരല്ലാതെ പിന്നെ ആരെ പേര് എഴുതേണ്ടത്? അപ്പൊ നമ്മള് ഇനീഷ്യല് കൂടെ എഴുതണ്ടേ? മിട്ടുപൂച്ചയെ വിളിച്ച ടീച്ചറെ ആരും മറക്കാനിടയില്ല. അതുപോലെ തന്നെ ചില ടീച്ചർമാർ കുട്ടികളെ രസിപ്പിക്കാനും പഠിപ്പിക്കാനുമായി വെറൈറ്റിയായി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇപ്പോഴത്തെ ടീച്ചർമാർ ചെയ്യുകയും ചെയ്യും. അതുപോലെ സ്കൂൾ തുറന്നതിന് പിന്നാലെ മഴയും എത്തിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ ടീച്ചർമാരുടെ ഒരു കലാപരിപാടി ആയാലോ? ചുമ്മാതെ ഇത്രയും ഫീലോടെ പാടുന്ന ഇവർ അറിഞ്ഞൊന്ന് പാടിയാൽ എന്തായിരിക്കും സ്ഥിതി? ഈ ചോദ്യത്തോടെ പങ്കിട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. കണ്ണുകളെന്തിനുടക്കി വലിക്കണ് ചൂണ്ടകളാ നിൻചാരത്ത് ചാരത്ത് ചാരത്ത് കോളെല്ലാമായും നേരം പങ്കായം മെല്ലെ വീശി നീ എന്റെ കോണിയിലേറി പോരാമോ നല്ലൊരു നാളിൽ ഓമൽ പൂത്താലിയുമായി അന്നെന്റെ പൊന്നരയും നീ അന്തിമയങ്ങി വെളുക്കണ സമയത്ത് കൺമണി നീ എൻ വലയിൽ പൊന്മുത്ത്. സിദ്ധരാമയ്യജി, ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്താമെന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണോ? എൻ്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ ബാധകമാണ് പോരെ? ഇതായിരുന്നു കർണാടക മുഖ്യമന്ത്രിയുടെ മറുപടി. കഴിഞ്ഞ ദിവസം ബസ് കണ്ടക്ടറായി എത്തിയാണ് അദ്ദേഹം വാക്ക് നിറവേറ്റിയിരിക്കുന്നത്. കേരളത്തിൽ ഇത് ചർച്ചയായിരിക്കുകയാണ്. കർണാടകയിലെ ഈ മാതൃകയായ പ്രവർത്തനം. ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. അത്തരത്തിൽ മുഖസാദൃശ്യമുള്ളവരെ കാണുന്നത് എന്നും ഒരു കൗതുകം തന്നെയാണ്. ഇപ്പോഴത്തെ മലയാളികളുടെ ഇഷ്ടതാരം പ്രണവ് മോഹൻലാലിന്റെ ഒരു രൂപസാദൃശ്യമുള്ള യുവാവാണ് ശ്രദ്ധ നേടുന്നത്. ഒന്നിലധികം സ്റ്റണ്ടുകളുടെ വീഡിയോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ. ഇവിടെ കാണുന്ന ചില വീഡിയോകൾ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. എന്നാൽ ചില സമയത്ത് സ്റ്റണ്ട് നടത്തുമ്പോൾ വിചാരിക്കുന്ന പോലെ ആവാറില്ല എന്ന് മാത്രമല്ല, വലിയ അപകടങ്ങളും സംഭവിക്കും. അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം. കാമുകിക്കൊപ്പം സ്റ്റണ്ട് ചെയ്ത കാമുകന് പറ്റിയ അബദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്.
लिखे जो खत तुझे वो तेरी याद में हजारों रंग के नजारे बन गए सवेरा जब हुआ तो फूल बन गए जो रात आई तो सितारे बन गए लिखे जो खत तुझे ഇതെന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ഒന്ന് വൈറലാകാൻ നോക്കിയ ഡൽഹി മെട്രോയിൽ നൃത്തം ചെയ്യുന്ന യുവതിയെ കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന സഹയാത്രികനെ കണ്ടാൽ ആർക്കും ഒന്ന് ചിരിപൊട്ടും. എന്തായാലും ഈ അമ്പരപ്പാണ് ഡാൻസിനേക്കാൾ വൈറലായത്. ഗതികെട്ട പുലി പുല്ലും തിന്നുമെന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു ഗതികെട്ട ഒരു മാനിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. വെള്ളത്തിൽ നീന്തുന്ന മീനുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നടന്നു നീങ്ങുന്ന മീനുകളെ കണ്ടിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ ലോകത്ത് വൈറലാകുന്നത്. പൂച്ചയുടെ സ്വഭാവം പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ വീണാലും 4 കാലിലേ വീഴും എന്നത്. ഇത് വെറും ഭംഗിവാക്ക് മാത്രമല്ല, കാര്യം സത്യമാണ്. 40 അടി താഴ്ചയിലേക്ക് വീഴുന്ന ഒരു പൂച്ചയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം. ഇതൊക്കെ കാണുമ്പോൾ എന്നെ തന്നെ എടുത്ത് എനിക്ക് കിണറ്റിലിടാൻ തോന്നും. BMW-യിൽ സോളോ ഡ്രൈവിംഗ് ഇറങ്ങിയ മഞ്ജു വാര്യരുടെ ചിത്രം കണ്ട് സോഷ്യൽ സ്റ്റാറ്റസിൽ ഇന്നത്തേക്ക് വിടാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം.